ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫ്രം ട്രേഡിംഗ് ടു പവർ എന്ന സെക്കൻഡ് യൂണിറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ ഫസ്റ്റ് ഇന്നലെ പഠിപ്പിച്ച ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ദ പോർച്ചുഗീസ് വെയർ ഓൾസോ നോൺ ആസ്. പോർച്ചുഗീസുകാർ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണത്? ആൻസർ പറങ്കീസ് അല്ലെങ്കിൽ പറങ്കികൾ. പറങ്കീസ് എന്ന പേരിലാണ് പോർച്ചുഗീസുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓക്കെ. വിച്ച് ഈസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരായിരുന്നു? വിച്ച് ഈസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ആരായിരുന്നു ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ? ആൻസർ വാസ്കോഡ ഗാമ ഫ്രം പോർച്ചുഗീസ്. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയായിരുന്നു ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. മനസ്സിലായോ? വൈ ഡിഡ് ദ പോർച്ചുഗീസ് ടീം ഗോ ഫ്രം കോഴിക്കോട് ടു കണ്ണൂർ. എന്തുകൊണ്ടാണ് പോർച്ചുഗീസ് ടീം കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർ കോഴിക്കോട് വന്നിറങ്ങിയിട്ട് അവിടെ നിന്നും കണ്ണൂരിലേക്ക് പോയത്? ആൻസർ ദസാമോറിൻ, the ruler of Kozhikode, did not provide trading facilities to Vasco da Gama, so he went to Kannur from Kozhikode. അതായത് അന്നൊക്കെ കോഴിക്കോട് ഭരിച്ചിരുന്നത്, കോഴിക്കോടിൻ്റെ റൂളർ ആരായിരുന്നു? സാമൂതിരി ആയിരുന്നു. ദസാമോറിൻ അല്ലെങ്കിൽ സാമൂതിരി. ദസാമോറിൻ ദ റൂളർ ഓഫ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ റൂളറായിരുന്ന സാമൂതിരി ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ്. വ്യാപാരം നടത്തുവാനുള്ള അനുമതി നൽകിയില്ല. ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോഡ ഗാമ. ആർക്ക്? വാസ്കോഡ ഗാമയ്ക്ക്. സോ അതുകൊണ്ട് ഹി വെന്റ് ടു കണ്ണൂർ ഫ്രം കോഴിക്കോട്. അതുകൊണ്ട് അദ്ദേഹം കണ്ണൂരിലേക്ക് പോയി. എവിടെ നിന്ന്? കോഴിക്കോട് നിന്ന്. മനസ്സിലായല്ലോ? ദസാമോറിൻ ദ റൂളർ ഓഫ് കോഴിക്കോട് ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോഡ ഗാമ, സോ ഹി വെന്റ് ടു കണ്ണൂർ ഫ്രം കോഴിക്കോട്. ഇൻ വിച്ച് ഇയർ ദ വാസ്കോഡ ഗാമ അറൈവ്ഡ് ഇന്ത്യ ബൈ സീ. അതായത് കടൽ മാർഗം ഏത് വർഷമാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത്? ആൻസർ 1498. 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത്. ഇന്ത്യയിൽ എവിടെയാണ് അദ്ദേഹം എത്തിയത്? കാപ്പാട്, നിയർ കാലിക്കറ്റ്. അതായത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് അദ്ദേഹം എത്തിയത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് 1498 പോർച്ചുഗീസുകാർ എത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചവിട്ടുനാടകം ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വിച്ച് കൺട്രി. അതായത് ചവിട്ടുനാടകം എന്ന ആർട്ട് ഫോം ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്? അറിയാലോ അല്ലേ? ഏതാണ്? പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷനാണ് ഏത് ആർട്ട് ഫോം? ചവിട്ടുനാടകം എന്ന ആർട്ട് ഫോം. അടുത്ത ക്വസ്റ്റ്യൻ. മേക്ക് എ നോട്ട് ഓഫ് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരുടെ സംഭാവനയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്ന സംഭാവനകൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആൻസർ പോർച്ചുഗീസ് കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. കേട്ടോ, പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം ഫോർട്ടും നിർമ്മിച്ചത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? പോർച്ചുഗീസ് കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ. കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കോട്ടപ്പുറം ഫോർട്ടും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണിത്? കോൺട്രിബ്യൂഷൻ ഓഫ് പോർച്ചുഗീസ്. പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗോവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന അഗ്രികൾച്ചറൽ ക്രോപ്സ് അല്ലെങ്കിൽ കാർഷിക വിളകൾ ഏതെല്ലാമായിരുന്നു? പൈനാപ്പിൾ, പിന്നെ ഗുവാവ. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക, ഗുവാവ പേരയ്ക്ക, പപ്പായ, ദെൻ റെഡ് ചില്ലി മുളക്, കാഷ്യൂ കശുവണ്ടി, ടൊബാക്കോ പുകയില, ഇവയെല്ലാമായിരുന്നു. അപ്പോൾ എന്താണ്? പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവാവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ.
പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഷിക വിളകളാണ് പൈനാപ്പിൾ, ഗുവാവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എന്നിവ. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദ ആർട്ട് ഫോം ചവിട്ടുനാടകം വെർ ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റു 2 സംഭവങ്ങൾ ഏതൊക്കെയാണ്? ആർട്ട് ഫോം ചവിട്ടുനാടകം, ഒരു കലാരൂപമായ ചവിട്ടുനാടകവും, പിന്നെ പ്രിന്റിംഗ് മെഷീനും. ഇതിൻ്റെ പ്രിന്റിംഗ് മെഷീൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. PRII എന്നാണ് ഇട്ടേക്കുന്നത്. PRINTING മെഷീൻ അങ്ങനെയാണ് കേട്ടോ ആ സ്പെല്ലിങ്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, സോറി. അപ്പോൾ എന്താണ്? പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദ ആർട്ട് ഫോം ചവിട്ടുനാടകം വെർ ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. അതായത് ഒരു ആർട്ട് ഫോമായ ചവിട്ടുനാടകവും പ്രിന്റിംഗ് മെഷീനും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇതെല്ലാം മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വെയർ ദ പോർച്ചുഗീസ് ഹൂ കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ് ആഫ്റ്റർ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസിൽ നിന്നും ട്രേഡിന് വേണ്ടി ഇന്ത്യയിൽ എത്തിയത് ആരെല്ലാമായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസിൽ നിന്നും ഇന്ത്യയിലേക്ക് ട്രേഡിന് വേണ്ടി അല്ലെങ്കിൽ വ്യാപാരത്തിന് വേണ്ടി വന്നത് ആരെല്ലാമായിരുന്നു? ആൻസർ അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. സ്പെല്ലിങ് നോക്കി വെച്ചേക്കണം കേട്ടോ. അൽമേഡ, അതിൻ്റെ സ്പെല്ലിങ് ALMEIDA, അൽമേഡ. ഇനി അൽബുക്കർക്കിൻ്റെ സ്പെല്ലിങ് ALBUQUERQUE, അൽബുക്കർക്ക്. അപ്പോൾ ആൻസർ എന്തൊക്കെയാണ്? അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. ഇവർ 2 പേരുമാണ് വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ ട്രേഡിന് വേണ്ടി പോർച്ചുഗീസിൽ നിന്ന് വന്ന ആൾക്കാർ. ആരൊക്കെയാണ്? അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ മേജർ റെസിസ്റ്റന്റ് അഗൈൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. അതായത് മലബാർ റീജിയനിൽ പോർച്ചുഗീസുകാർക്ക് പ്രധാനപ്പെട്ട എതിരാളി ആരായിരുന്നു? പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട എതിരാളി മലബാർ റീജിയനിൽ ആരായിരുന്നു? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ആൻസർ ആരാണ്? കുഞ്ഞാലി മരക്കാർ. ആരാണ്? കുഞ്ഞാലി മരക്കാർ. ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ? ദ അഡ്മിറൽ ഓഫ് സാമോറിൻസ് നേവൽ ഫോഴ്സ്. അതായത് സാമൂതിരിയുടെ നാവികപ്പടയുടെ, നേവൽ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ നാവികപ്പടയുടെ അഡ്മിറൽ ആയിരുന്നു കുഞ്ഞാലി മരക്കാർ. അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാർ ആയിരുന്നു മലബാർ റീജിയനിലെ പോർച്ചുഗീസുകാർക്ക് മേജർ റെസിസ്റ്റൻ്റ് ആയിട്ട് നിലകൊണ്ടത്. ഓക്കെ, പ്രധാനപ്പെട്ട എതിരാളി മലബാർ റീജിയൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത ഈ ക്ലാസ്സിൽ നമുക്ക് പറയാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. ആരെക്കുറിച്ച്? ഡച്ചുകാർ. The Dutch were another European force who reached India following the Portuguese. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. കൊച്ചി ആൻഡ് കൊല്ലം were the chief trade centers of the Dutch. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ് ഏതൊക്കെയായിരുന്നു? കൊച്ചി, കൊല്ലമായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയായിരുന്നു? ഗോവ, പിന്നെ ദാമൻ ആൻഡ് ദിയു ആയിരുന്നു. അപ്പോൾ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ് ഏതൊക്കെയായിരുന്നു? കൊച്ചി ആൻഡ് കൊല്ലം. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. അടുത്തത്, ഇറ്റ് വാസ് വാൻ റീഡ്, എ ഡച്ച് ഗവർണർ ഹു ഇനിഷ്യേറ്റഡ് ദ കമ്പൈലേഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് വാൻ റീഡ് എന്ന ഡച്ച് ഗവർണർ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വാൻ റീഡ് എന്ന ഡച്ച് ഗവർണറുടെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആ ഡച്ച് ഗവർണറാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം. ആ പുസ്തകം എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ബുക്കായ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആരായിരുന്നു? വാൻ റീഡ്. He completed the book with the help of ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യർ എന്ന മലയാളി ആയ ആളിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം തന്റെ ബുക്ക് പൂർത്തിയാക്കിയത്. The Dutch fought with മാർത്താണ്ഡവർമ്മ, the king of Travancore, following the disputes over trade. അതായത് ട്രേഡിനെ കുറിച്ചുള്ള തർക്കങ്ങളുടെ ഫലമായിട്ട് ഈ ഡച്ചുകാര് മാർത്താണ്ഡവർമ്മയുമായി, തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി എന്ത് ചെയ്തു? യുദ്ധം ഉണ്ടായി. ദ ഡച്ച് വെയർ ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741. കുളച്ചൽ യുദ്ധം നടന്നതെന്നായിരുന്നു 1741. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തി? മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി.
അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കൊളച്ചൽ വാർ എന്നാ നടന്നത്? ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്നാണ് 1741. ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ദേ ലോസ്റ്റ് ദെയർ ഗ്രൗണ്ട് ഇൻ ഇന്ത്യ വിത്ത് ദിസ് വാർ. ഈ യുദ്ധത്തോടുകൂടി അവർക്ക് ഇന്ത്യയിലെ ഒരു അടിത്തറ നഷ്ടമായി. ദ ഡച്ച് വെയർ ഓൾസോ കാൾഡ് ലന്തൻസ്. ഡച്ചുകാരെ നമ്മളെ ലന്തൻസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോർച്ചുഗീസുകാരെ എന്താ വിളിച്ചേ? പറങ്കികൾ എന്നാണ് വിളിച്ചത്. ഡച്ചുകാരെ ലന്തൻസ് എന്ന്. നെക്സ്റ്റ്, ദ അഡ്വെന്റ് ഓഫ് ദി ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷുകാരുടെ കടന്നുവരവ്. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1600 ഫോർ ട്രേഡ് വിത്ത് ദ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തു. എന്നായിരുന്നു? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത്? ഫോർ ട്രേഡ്, വാണിജ്യത്തിന് അല്ലെങ്കിൽ വ്യാപാരത്തിന് വേണ്ടിയിട്ട്. ഏതൊക്കെ? വിത്ത് ദ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യ, ചൈന എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിന് വേണ്ടി, ട്രേഡിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടുകാർ ഫോം ചെയ്ത ഒരു കമ്പനിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്നായിരുന്നു? 1600. മനസ്സിലായല്ലോ? സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദി കമ്പനി ഇൻ ഇന്ത്യ. ആ കമ്പനിയുടെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റ് ട്രേഡ് സെന്റർ, ആദ്യ വ്യാപാര കേന്ദ്രം ഏതായിരുന്നു? ഗുജറാത്തിലെ സൂറത്ത്. പോയിന്റ് ആണിത്. അപ്പോൾ സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദി കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് സെന്റർ ഏതായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് സെന്റർ ഏതായിരുന്നു? സൂറത്ത്. എവിടെ? ഗുജറാത്തിലെ സൂറത്ത്. They also established trading centers at ബോംബെ, ഇപ്പോഴത്തെ പേര് മുംബൈ. അവര് മറ്റു ട്രേഡിംഗ് സെന്റേഴ്സ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റു ട്രേഡിംഗ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ബോംബെയുടെ ഇപ്പോഴത്തെ പേരാണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്, മുംബൈ. പിന്നെ കൽക്കട്ട, പഴയ പേരാണ് കൽക്കട്ട, പുതിയ പേര് കൊൽക്കത്ത. അടുത്ത ആൻഡ് മദ്രാസ്, പഴയ പേര്, പുതിയ പേര് ചെന്നൈ. അപ്പോൾ ഏതൊക്കെയായിരുന്നു അവരുടെ? സൂറത്ത് അല്ലാതെ അവരുടെ മറ്റു ട്രേഡിംഗ് സെന്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.